ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിന്ന് സംസാരിക്കാനൊന്നും പെട്ടെന്ന് വീഡിയോ എടുക്കണം, കുറച്ച് തിരക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് പോകുന്നത്. പെട്ടെന്നൊരു തോരൻ വെക്കണം കേട്ടോ. നമുക്ക് ഈ ചോറിനൊരു തോരൻ ഇല്ലാതെ ചോറ് കഴിക്കാൻ എന്തോ ഒരു വല്ലാതെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഞങ്ങൾക്ക് തോരൻ വെക്കാനായിട്ട് കിട്ടിയിരിക്കുക. അപ്പം നേരത്തെ തന്നെ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുമന്ന കീരയെന്നും ചീരയെന്നും പറയുന്നത് നല്ല നാടൻ ഐറ്റമാണ് കേട്ടോ, പച്ചയല്ല. ഇത് നമ്മുടെ ചുമന്ന ഐറ്റമാണ്. എനിക്ക് മീനുകുട്ടിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ വേറെ തോരത്തിന് വേറെ ഒന്നും വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ തണ്ടും ഇലയും എല്ലാം കൂടെ ഒത്താണ് കേട്ടോ അരിഞ്ഞത്. തണ്ടുള്ളതുകൊണ്ട് വേറെ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ സാരമില്ല, നമുക്കത് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് ജോലി ചെയ്യട്ടെ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തോരൻ വെക്കാനൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ടൊന്നും അങ്ങനെ പറഞ്ഞ് അങ്ങ് വിടുന്നത് കേട്ടോ. അപ്പം ഇത് വഴഞ്ഞു വരുമ്പോൾ ഇത്തിരിയേ കാണത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചില്ലറ പണികൾ അല്ലാതെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ. കണ്ടോ, അടുത്ത് കണ്ടോ, നമ്മുടെ ഉണക്കമീൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമീൻ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചാള ആയതുകൊണ്ടാണ് കറി വയ്ക്കാത്തത്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. തോരൻ അവിടെ ആകട്ടെ, നമുക്ക് ഫ്രൈ ചെയ്യാൻ ഏർപ്പാട് നോക്കാം. നമ്മുടെ കരുവാട് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ. തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ അടുപ്പിലും നടക്കുന്നുണ്ട്. തീ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിച്ചാണ് തീയൊക്കെ ഉപയോഗിക്കേണ്ടത്. കുട്ടികളെ ഉൾപ്പെടുത്തരുത് കേട്ടോ. അതൊക്കെ ഇനി പറഞ്ഞേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ചില ആൾക്കാർ ഇനി കളിയായിട്ട് വിചാരിക്കരുത്, അല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിത ഭാഗമാണ്. ഓക്കെ, ഒഴിച്ചോളൂ. കുറച്ച് മതി കേട്ടോ. മതി കേട്ടോ. കുറച്ച് മതിയോ മക്കൾ? മതി കേട്ടോ. മതി കേട്ടോ. ഇത് ഒഴിക്കൂ കേട്ടോ. ഫ്രൈ എടുത്തിട്ട് കേട്ടോ. സവാള ഇട്ട് മീൻ പൊരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിഷ്ടമായതുകൊണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കരുവാട് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല, കരുവാട് കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു പൊടിക്കാൻ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല മൂപ്പിച്ചെടുക്കണം, എനിക്ക് അതാണ് ഇഷ്ടം. വെന്തുകൊണ്ടിരിക്കുന്നില്ലേ, അത് ഉപ്പ് ഇട്ട് കൊടുക്കണം. ചേട്ടൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ചേട്ടൻ വന്നപ്പോ ഫോൺ ചേട്ടനിലായതുകൊണ്ടാണ് ചേട്ടൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ. ചേട്ടന്റെ ഫോൺ കൊണ്ട് മാത്രമേ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ കുറവായിരുന്നു കേട്ടാ. പോരെ ചേട്ടാ. പിന്നെ വെന്തിട്ട് കാണിച്ചാൽ മതി. അരപ്പിന ഞാൻ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. അതും ഫ്രൈ ആവുന്നു. കണ്ട കാഴ്ച ചെയ്യുന്നത് എന്റെ പൊന്നോ, ഒരു ലോഡ് എന്തൊക്കെ എടുത്ത് വെച്ചോണ്ട് ഇരുന്നിട്ട് വരണ്ട, വാ ഓടി വാ വീഡിയോ എടുക്കാം. അതാണ് എല്ലാം ശരിയാക്കി കൊണ്ട് വെച്ചിരുന്നത് കേട്ടാ. എന്നിട്ട് പറഞ്ഞ് വാ പെട്ടെന്ന് നമുക്കൊരു വീഡിയോ എടുക്കാം. അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ. ഇപ്പൊ നമ്മളിത് ഏകദേശമുള്ളത് എല്ലാം ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും അല്ലേ ആവശ്യം. അതെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇനിയിപ്പോ പ്രത്യേകം ഒരു ഇതെന്ന് പറയത്തില്ല. കുക്കിംഗ് ആണെങ്കിലും അങ്ങനെയുള്ളത് എല്ലാം അങ്ങ് വരുന്നതായിരിക്കും. അതാണ് സാഹചര്യം മക്കളെ. അതുകൊണ്ട് എല്ലാത്തിനും കയറി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമ്മളെ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ചോറായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയാണ്, തീ സൂക്ഷിക്കുക. കുഞ്ഞുമക്കളെ ഒന്നും തീരെ മുമ്പ് അടുപ്പിക്കാതിരിക്കുക. കരിവാട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാബച്ചിക്കുട്ടി ചേട്ടന് മുളക് വെക്കണം കേട്ടോ. മുളക് ഇട്ട് പൊരിക്കണം. മുളകൊന്നും വേണ്ട, എടുത്ത് ഇവിടെ വെച്ചേക്കണം മുളക്. അതാണ് ചമ്മന്തി അരയ്ക്കണം. തേങ്ങ തിരുവെച്ചേക്കണം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ചമ്മന്തി അരയ്ക്കണം. ചമ്മന്തിക്കും തോരത്തിനും അരപ്പോട്ടാണ് രണ്ടാക്കി വെച്ചേക്കണം. ഇനി വേറെന്താ ഒരു ഐറ്റം കൂടെ വേണമല്ല. വേണേ മുളക് പൊരിക്കാം. മറ്റേ മുളക് ഇരിപ്പുണ്ട്, തൈര് മുളക്. നല്ലതാ, വാടി വന്നിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കി എടുക്കണം. വാവച്ചിക്കൊക്കെ വൈറ്റമിൻ കുറവ്, എല്ലിന്റെ ബലക്ഷയം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചുമ്മാണ്.
അതുകൊണ്ട് ബലക്കുറവ് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. വെന്ത് വരട്ടെ, അപ്പോഴത്തെ ഞാൻ കരുവാട് നല്ല മണം വന്നു, അടിപൊളി. ഇങ്ങോട്ട് ഞാൻ കിട്ടുന്നില്ല, ദാ കരുവാട് ദാ വെന്ത്, കുഴപ്പമില്ല, കരുപ്പുണ്ട്. നല്ല അടിപൊളി മണം അടിക്കുന്നു കേട്ടാ, മൂക്കിനകത്ത് അടിച്ച് കയറി. അങ്ങനെ നമ്മളെ ചമ്മന്തിയില് തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ. തോരനൊക്കെ ആവശ്യമായിട്ടുള്ള അരപ്പിട്ട് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുത്തത്. അരച്ചില്ല, അരയ്ക്കാതെ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നവിടിയിട്ടാണ് ഇന്ന് അരപ്പിട്ട് കൊടുത്തത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളത്. ഇതൊന്ന് അരപ്പുമായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ വാവച്ചി സ്പെഷ്യൽ ചുമന്ന ജീരത്തോരൻ. ചേട്ടൻ്റെ ഇടയിൽ നല്ല ചേട്ടാ, നമ്മളെ ചേട്ടൻ്റെ ഇടയിൽ അല്ല, മീനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉച്ചയ്ക്കാണ് വയ്ക്കണത് കൊണ്ട് കുഴപ്പമില്ല. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് വടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. ചുമന്ന ചീരത്തോരനും വാവച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ചോറ് കഴിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമ്മളിനി ചോറ് കഴിക്കട്ടെ. നമ്മുടെ ചമ്മന്തി ചീരത്തോരൻ, കരുവാട് ഫ്രൈയും മാങ്ങ അച്ചാർ, ഇത്രയും മതിയല്ലേ ചോറ് കഴിക്കേ? അതൊക്കെ തന്നെ ധാരാളം. അപ്പോഴും നമ്മുടെ കഥ കൂട്ടിട്ട് ഇവിടെ സ്ഥലത്ത് വീണു. ഇവിടെ പോണു വാച്ചി? അയ്യാ, ഇന്നത്തതാ കറങ്ങാൻ ടാറ്റാ. കൂട്ടുകാരെ, ഇത് SHUPS നമ്മുടെ മോളെ മീനുകുട്ടിയുടെ സ്കൂളാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിലോട്ട് PTA മീറ്റിംഗ് എങ്ങനെ ഭാവിച്ച് ഇറങ്ങി പോകും. എവിടെ എവിടെ എനിക്ക് കാണിച്ചു തന്നാണ് നീ? എവിടെ എവിടെ ബുക്കപ്പെട്ടാ അപ്പൊ ഇനി നമ്മുടെ നേരെ യാത്ര നെടുമങ്ങാട്ടേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പൊ മീനുകുട്ടി ഇതാ ഈ റോഡിൽ പോകുന്ന വണ്ടിയൊക്കെ വായി നോക്കിക്കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ പോണം മീനു? ആ ബേഹൂര് ബാഗ് വെക്കാത്തുണ്ട്. എവിടെയാണ് വന്നിരിക്കുന്നത്? അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് നമ്മളൊന്ന് ഇറങ്ങി. 5 രൂപ കടിയാണ്, 5 രൂപ കടി ചായ വാങ്ങിച്ച് കഴിച്ചു. നേരെ നമ്മുടെ അവിടെ നിന്ന് നേരെ എത്തിയതാണ് നമ്മുടെ പേഴുമൂട് കുഴിയിൽ വീട്ടിൽ. പിന്നെ അവിടെയൊക്കെ എത്തിയായിരുന്നു. നമ്മളെ കൂടെ അമ്മ ഉണ്ടായിരുന്നല്ലോ, അമ്മേനെ അവിടെ ആക്കണമായിരുന്നു. അപ്പം നേരെ അമ്മ നമ്മളെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ്. നേരെ ഇവിടെ ആക്കിയതിന് ശേഷം നമ്മളെ യാത്ര നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണമല്ലോ. അതെ, നമ്മൾ ഇവിടെ നിന്ന് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ കട്ടനൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറി. അയ്യോ, അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? പറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.